ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ. അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരരെ, ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും മാന്യ പ്രേക്ഷകർക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറയായ വിശ്വാസ സത്യമാണ് പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യം. ദൈവം പരിശുദ്ധ ത്രിത്വമാണ്. സഭയിൽ ആഘോഷിക്കപ്പെടുന്ന എല്ലാ തിരുനാളുകളുടെയും ഉറവിടവും അടിസ്ഥാനവും ലക്ഷ്യവും പരിശുദ്ധ ത്രിത്വം എന്ന് പറയുന്ന വിശ്വാസ സത്യമാണ്. ഈശോയുടെ മനുഷ്യാവതാരം മുതൽ അവിടുത്തെ സ്വർഗാരോഹണവും പെന്തക്കോസ്തയും വരെയുള്ള എല്ലാ രക്ഷാകരമായ സംഭവങ്ങളും ആരംഭിക്കുന്നതും എത്തിച്ചേരുന്നതും പരിശുദ്ധ ത്രിത്വം എന്ന ഈ വിശ്വാസ സത്യത്തിലേക്കാണ്. ഈശോയിലൂടെ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടിയ ദൈവീക സ്വഭാവം എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്വഭാവമാണ്. മനുഷ്യാവതാരം പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു, പുത്രനിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുന്നു, മുന്നോട്ട് പോകുന്നു, പരിശുദ്ധാത്മാവ് അത് പൂർണ്ണതയിൽ എത്തിക്കുന്നു. അങ്ങനെ എല്ലാ സംഭവങ്ങളും എത്തിച്ചേരുന്നത് പരിശുദ്ധ ത്രിത്വം എന്ന വിശ്വാസ സത്യത്തിലേക്കാണ്. ഈ ദൈവ സ്വഭാവത്തെയാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദൈവ സ്വഭാവത്തിന് നമ്മുടെ ജീവിതവുമായി, നമ്മുടെ അനുദിന ആത്മീയതയുമായി വളരെയേറെ ബന്ധമുണ്ട്. നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നത്, നമ്മുടെ സമൂഹം രൂപപ്പെടുന്നത് നമ്മുടെ ദൈവീക സ്വഭാവത്തെക്കുറിച്ചാണ്. എപ്രകാരമുള്ള ഒരു ഡിവൈൻ കൺസെപ്റ്റാണ് നമുക്കുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനമാക്കി നമ്മുടെ സ്വഭാവം രൂപപ്പെടുന്നു. എപ്രകാരമുള്ളൊരു ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത് എന്നതാണ് നീ എന്തായി തീരുന്നു എന്നതിൻ്റെ ഒരു അടിസ്ഥാനം. നമ്മോട് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്, ദൈവം പിതാവാണ്. ഈശോയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ് ദൈവം പുത്രനാണ്. ഈശോ തന്നെ നമ്മെ വീണ്ടും പഠിപ്പിക്കുകയാണ് ദൈവം പരിശുദ്ധാത്മാവാണ്. അതായത് ദൈവമെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, ക്രിസ്തീയ ഒരു ക്രൈസ്തവൻ്റെ ദൈവമെന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന കൂട്ടായ്മയാണ് ദൈവം. ഈ ദൈവത്തിൻ്റെ സവിശേഷതകൾ
പ്രിയപ്പെട്ടവർ, ഈശോ പറയുകയാണ്, പിതാവ് വസിക്കുന്നത് പുത്രനിലാണ്, പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ് പിതാവ് വസിക്കുന്നത്. അതായത് ഈ ആത്മീയതയുടെ ഒന്നാമത്തെ ഒരു തലമെന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഒരു തലമാണ്. ഈ പ്രപഞ്ചം കൂട്ടായ്മയാണ്. പ്രപഞ്ചത്തിൽ ഒരു ചെടി പോലും തനിച്ചല്ല നിൽക്കുന്നത്. ഒരു ചെടി പോലും തനിച്ചല്ല, ഒരു പൂവ് പോലും തനിച്ചല്ല, ഒരു കിളി പോലും തനിച്ചല്ല, ഒരു പുഴ പോലും തനിച്ചല്ല, ഒരു മരവും തനിച്ചല്ല, ഒരു മനുഷ്യനും തനിച്ചല്ല. പ്രപഞ്ചം മുഴുവൻ ഒരു കൂട്ടായ്മയാണ്. പ്രപഞ്ചത്തിന് ഈ സ്വഭാവം എവിടെ നിന്നാണ് കിട്ടിയത്? പ്രപഞ്ചത്തിന് ഈ കൂട്ടായ്മയുടെ സ്വഭാവം കിട്ടിയത് അതിനെ സൃഷ്ടിച്ചവനിൽ നിന്നാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയാം. സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ക്രമവും കൂട്ടായ്മയും നമുക്കറിയാം. ഒരു ഗൃഹവും തനിച്ചല്ല, ഒരു സൂര്യനും ഒരു ചന്ദ്രനും ഒരു നക്ഷത്രവും തനിച്ചല്ല, അതൊരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ നിന്ന് വചനം പറയുന്നത് പോലെ സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യത്തിൽ നിന്ന് അതിൻ്റെ സൃഷ്ടാവിനെ കുറിച്ചറിയാം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കൂട്ടായ്മ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നാണ്. മനുഷ്യൻ്റെ കൂട്ടായ്മ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയുടെ ഛായയിലാണ്, സാദൃശ്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മനുഷ്യൻ്റെ കൂട്ടായ്മയുടെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ഒന്നാമത്തെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കൂടാരമാവുക എന്ന ഒരു സവിശേഷതയാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും കൂടാരമായി മാറുന്നു, ഭവനമായി മാറുന്നു. കാരണം പുത്രൻ പറയുന്നു, ഞാൻ പിതാവിലാണ് വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് വസിക്കുന്നത് പിതാവിലാണ്. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും കൂടാരമായി, ഭവനമായി, ചലിക്കുന്നതിനുള്ള ഇടമായി മാറുന്നു. അതുപോലെ പുത്രൻ പിതാവും പരിശുദ്ധാത്മാവും വസിക്കുന്ന ഇടമായി, പിതാവിനും പരിശുദ്ധാത്മാവിനും ഒരു കൂടാരമായി, പിതാവും പരിശുദ്ധാത്മാവിനും പ്രവർത്തിക്കുന്ന ഒരു പ്രതലമായി പുത്രൻ മാറുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പിതാവും പുത്രനും വസിക്കുന്ന, പ്രവർത്തിക്കുന്ന ഇടമായി, ഒരു വ്യക്തിയായി പരിശുദ്ധാത്മാവ് മാറുന്നു. അർത്ഥം ഇതാണ്, ഇവർ പരസ്പരം കൂടാരമായി മാറുന്നു. മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. പരസ്പര സഹവാസം എന്ന് പറയുന്നു. ഈ ഒരു ആത്മീയത പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന ഒരാത്മീയതയാണ്. എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളുടെ കൂടാരമായി മാറാൻ കഴിയുന്നത്? ആദ്യം തന്നെ ആരെയാണോ ഞാനാകുന്ന കൂടാരത്തിലേക്ക് സ്വീകരിക്കേണ്ടത്, അയാൾക്കു വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം. പിതാവ് പുത്രന് വേണ്ടി എല്ലാം തുറന്നു കൊടുത്തിരിക്കുന്നു. പിതാവ് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും പുത്രനെ കാണിക്കുന്നു, പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ സ്വീകരിക്കുന്ന അപരനെ പൂർണ്ണമായി സ്വീകരിക്കുകയും തന്നെ പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയതയാണ് കൂടാരമാകുക എന്ന് പറയുന്നത്. കൂടാരം എന്നത് സംരക്ഷണത്തിൻ്റെ ഇടമാണ്. പിതാവ് പുത്രനെ സംരക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിനെ സംരക്ഷിക്കുന്നു, സംരക്ഷണം കണ്ടെത്തുന്ന ഇടമായിട്ട് മാറുന്നു. അതുപോലെ പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും എല്ലാം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഇടമാണ് കൂടാരം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് തിരുക്കുടുംബം എന്ന് പറയുന്നത്.
യൗസേപ്പ് പിതാവ് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സംരക്ഷകനായി മാറി, കൂടാരമായി മാറി. പരിശുദ്ധ അമ്മ ഔസേപ്പ് പിതാവിനും ഈശോയ്ക്കും കൂടാരമായി മാറി, സംരക്ഷകയായി മാറി. ഈശോ പിതാവായ ഔസേപ്പ് പിതാവിനോട് ചേർന്ന് ജോലികൾ ചെയ്തു എന്ന് നമ്മൾ ധ്യാനിക്കുന്നു. പിതാവിന് ഈശോ ഒരു കൂടാരമായി, സംരക്ഷണമായി. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോ സംരക്ഷണമായി, കൂടാരമായി. എങ്ങനെയാണ് നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ കൂടാരമാകുക എന്ന ആത്മീയത സ്വാംശീകരിക്കേണ്ടത്? നമ്മൾ അപരന് സംരക്ഷിക്കുന്നവരായി മാറുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരപ്പൻ, ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുടെ സംരക്ഷകനായി മാറുമ്പോൾ, മക്കളുടെ സംരക്ഷകനായി മാറുമ്പോൾ അയാൾ ഒരു കൂടാരമായി മാറുകയാണ്. ഒരു കുടുംബത്തിലെ അപ്പൻ ഒരു ഭവനമാണ്, അവൻ തന്നെ ഒരു കൂടാരമാണ്. ഒരു തിന്മയും മക്കളെയോ ജീവിത പങ്കാളിയെയോ സമീപിക്കാത്ത വിധം അപ്പൻ ഒരു സംരക്ഷകനായി മാറുകയാണ്. അപ്രകാരം സംരക്ഷകനായി മാറുമ്പോൾ ഇതാ ഈ അപ്പൻ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മീയതയെ അനുകരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്മ, അതുപോലെ തന്നെ മക്കൾ പരസ്പരം പങ്കുവയ്ക്കുന്നവരാകുമ്പോൾ, അപരന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ ഇപ്രകാരം ഈ കൂടാരമായി മാറുകയാണ്. ഇപ്പോൾ കുടുംബങ്ങളിലുള്ള പലരുടെയും പരാതികൾ, ഭർത്താവ് എന്നോട് ഒന്നും പറയുന്നില്ല, ഭർത്താവ് ഞാനുമായി ഒരുമിച്ചല്ല ജീവിക്കുന്നത്, ഒരു വീട്ടിലാണെങ്കിലും അകന്ന് കഴിയുന്നവരെ പോലെ, അപരിചിതരെ പോലെ ജീവിക്കുകയാണ്. പരസ്പര സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കുന്നില്ല. കാര്യം ശരിയാണ്, എല്ലാം വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവരുന്നുണ്ട്, വീട് പണിയുന്നുണ്ട്, ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ വാത്സല്യത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കുന്നില്ല. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സന്ദേശം, പ്രിയപ്പെട്ടവരെ, ഒരു ഏകാധിപതി അല്ല ദൈവം എന്നതാണ്. ദൈവം കൂട്ടായ്മയാണ്. ദൈവം ഏകാധിപത്യ, അധിനിവേശ, ആക്രമണ സ്വഭാവങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല. പങ്കുവയ്ക്കലുകളും തുറന്നു കൊടുക്കലുകളുമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിലേക്ക് വളരാനാണ്. അപ്പോൾ പരിശുദ്ധ ത്രിത്വം നമ്മെ വെല്ലുവിളിക്കുന്നത്, പരിശുദ്ധ ത്രിത്വം എന്ന നമ്മുടെ ഡിവൈൻ കൺസെപ്റ്റ് നമ്മെ നയിക്കുന്നത് മറ്റുള്ളവരിലേക്ക് തുറന്നു കൊടുക്കുന്ന ഒരാളായി തീരാൻ വേണ്ടിയാണ്. അപ്പോൾ സംരക്ഷിക്കപ്പെടുന്ന ഇടമാകണം, സ്വീകരിക്കപ്പെടുന്ന ഇടമാകണം, ബഹുമാനം കൊടുക്കുന്ന ഒരാളാകണം. രണ്ടാമതായി, അപരനെ കൂടാരമാക്കുക എന്നതാണ് ഈ ആത്മീയത. നമ്മൾ കൊടുക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സ്വീകരിക്കാനുള്ള എളിമ കൂടെ പഠിക്കണം. അപരൻ തരുന്ന സംരക്ഷണം സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. ഇതാ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും തൻ്റെ കൂടാരമായി സ്വീകരിക്കുന്ന പുത്രൻ. തുറന്ന് കിട്ടുന്നു എന്നുള്ളതും തുറന്ന് കിടക്കുന്ന ഇടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ്. തരുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്വീകരിക്കുന്നു എന്നത്. പിതാവ് പുത്രനിലേക്ക് ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് പുത്രനിലേക്ക് ഇറങ്ങി വന്നു, പുത്രൻ പിതാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പരസ്പരം അപരനെ കൂടാരമായി സ്വീകരിക്കാൻ തക്ക താഴ്മയുണ്ടാകണം. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഈ താഴ്മയുടെ ആത്മീയതയാണ്. പരസ്പരം അപരനെ പ്രധാനപ്പെട്ടതായി, മഹത്വമുള്ള ആളായി അംഗീകരിച്ച് എളിമയോടുകൂടെ ഇറങ്ങിച്ചെല്ലുന്ന ഒരാത്മീയത. പുത്രൻ ഇതാ പരിശുദ്ധ അമ്മയിലേക്ക് ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരിലേക്ക് ഇറങ്ങി വന്നു.
പരിശുദ്ധ ത്രിത്വത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഒതുങ്ങുന്നില്ല. പരിശുദ്ധ ത്രിത്വത്തിൽ എപ്രകാരമാണോ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്വഭാവമുള്ളത്, ആ സ്വഭാവം പരിശുദ്ധ ത്രിത്വം മനുഷ്യനുമായി ഇടപെടുമ്പോൾ അതങ്ങനെ തന്നെ തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ക്ഷണിക്കുന്നത് ഇപ്രകാരം ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപരനെ തങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായി കണക്കാക്കണമെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയിട്ടുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കണക്കാക്കുന്ന ഈശോയുടെ ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ അപരനെ കൂടാരമായി സ്വീകരിക്കുക, അതാണ് ഈ ആത്മീയതയുടെ 2-ാമത്തെ കാര്യം. 3-ാമതായി, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ ആത്മീയത പരസ്പരം മഹത്വപ്പെടുത്തുക എന്ന ഒരാത്മീയതയാണ്. പുത്രനെ പിതാവ് മഹത്വപ്പെടുത്തുന്നു. പിതാവ് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞ് പിതാവ് പുത്രന് സാക്ഷ്യം നൽകുന്നു, മഹത്വപ്പെടുത്തുന്നു. പുത്രൻ പിതാവിൻ്റെ പ്രവർത്തികളെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും പിതാവ് പുത്രനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ടും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് ഇടം നൽകിക്കൊണ്ടും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു. പുത്രൻ പ്രഘോഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനം, യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പിതാവിനെ സ്തുതിക്കുന്ന പുത്രൻ, പുത്രൻ്റെയും പിതാവിൻ്റെയും പ്രവർത്തികളെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ മുഴുവനും. അപ്പോൾ പരസ്പരം മഹത്വപ്പെടുത്തുന്നവരുടെ ഒരു കൂട്ടായ്മ. ഈ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവരെ നമ്മൾ അടിച്ചമർത്തുകയാണോ, അധിക്ഷേപിക്കുകയാണോ, അല്ലെങ്കിൽ വളർത്തുകയാണോ, അംഗീകരിച്ച് ബഹുമാനിച്ച് മഹത്വപ്പെടുത്തുകയാണോ? പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആത്മീയത നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരം മഹത്വപ്പെടുത്തുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, ആയിരിക്കുന്ന ഇടങ്ങളിൽ, സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ പരസ്പരം അംഗീകരിക്കുന്നവരാകുക, പരസ്പരം മഹത്വപ്പെടുത്തുന്നവരാവുക, പരസ്പരം ബഹുമാനം നൽകുന്നവരാകുക, പഴിചാരുന്നവരാകാതിരിക്കുക, കുറ്റം പറയുന്നവർ ആകാതിരിക്കുക, കുതികാൽ വെട്ടുന്നവർ ആകാതിരിക്കുക. പരിശുദ്ധ ത്രിത്വം നമ്മെ പഠിപ്പിക്കുന്നു പരസ്പരം മഹത്വം നൽകുന്നവരായി മാറുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ 3 കാര്യങ്ങൾ: 1, അപരന് വേണ്ടി കൂടാരമാകുക എന്ന കാര്യം; 2, അപരനെ കൂടാരമാക്കുക എന്ന കാര്യം; 3, അപരനെ മഹത്വപ്പെടുത്തുക എന്ന ചിന്ത നമ്മുടെ അനുദിന ജീവിതത്തിലെ ആത്മീയതയെ കുറെ കൂടി പ്രകാശമുള്ളതാക്കി മാറ്റട്ടെ. ദൈവം സമൂഹമായിരിക്കുന്നത് പോലെ നമുക്ക് സമൂഹമാകാം. ദൈവം ചൈതന്യമായിരിക്കുന്നത് പോലെ, സ്നേഹമായിരിക്കുന്നത് പോലെ നമുക്ക് സ്നേഹമാകാം. കണ്ണുകളടക്കാം. പരിശുദ്ധ ത്രിത്വമായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തെ അങ്ങയുടെ കൂട്ടായ്മയിലേക്ക് വളർത്തുകയും ഞങ്ങൾ അങ്ങയിൽ ആയിരിക്കാൻ, അങ്ങ് ഞങ്ങളിലായിരിക്കാൻ, ഞങ്ങൾ അങ്ങയിൽ എപ്പോഴും വസിക്കാൻ, അങ്ങ് ഞങ്ങളിൽ എപ്പോഴും വസിക്കാൻ ഇടവരുത്തണമേ. അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വം നൽകണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.